നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യ പരാതി തൃശൂർ ജില്ലയിൽ നിന്നും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവിൻ്റെതാണ്. നമുക്ക് പരാതിയിലേക്ക് കടക്കാം. ഞാൻ സംസ്ഥാന തലത്തിൽ 2015 ജൂൺ 16 നടത്തിയ 267/2014 വൊക്കേഷണൽ ഇൻസ്ട്രക്ഷൻ ഇൻ അഗ്രികൾച്ചർ എന്ന പരീക്ഷ എഴുതിയ വ്യക്തിയാണ്. ഈ പരീക്ഷയുടെ ചുരുക്കപ്പട്ടിക 2016 ജൂൺ 14 പ്രസിദ്ധീകരിക്കുകയും തുടർന്ന് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും അഭിമുഖവും നടത്തുകയും ചെയ്തു. എന്നാൽ നോട്ടിഫിക്കേഷൻ വന്ന് 10 വർഷം കഴിഞ്ഞിട്ടും ഈ തസ്തികയിലേക്കുള്ള നിയമനങ്ങൾ ഇപ്പോഴും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് പല നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത് സർക്കാരിന്റെയും PSCയുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ പരാതിയിൽ ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷക രേഖ വാസുദേവൻ. ഇന്നത്തെ കത്തിലെ വിഷയം 2014 ജൂൺ മാസത്തില് ഗസറ്റില് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പബ്ലിഷ് ചെയ്ത ഒരു നോട്ടിഫിക്കേഷൻ, അത് കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ ഇൻ അഗ്രികൾച്ചർ എന്ന തസ്തികയിലേക്കുള്ള നിയമനത്തിനുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അന്ന് 2 വേക്കൻസീസ് ആണ് നോട്ടിഫൈ ചെയ്തിരുന്നത്. അതിലേക്ക് പിന്നീട് എഴുത്തു പരീക്ഷ നടത്തുകയും 2016 ജൂണില് അതിന് ഒരു ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും ചെയ്തതായിട്ട് മനസ്സിലാക്കുന്നു. കത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് 2016 തന്നെ ഇതിനെ തുടർന്ന് ഷോർട്ട് ലിസ്റ്റിനെ തുടർന്ന് ഇന്റർവ്യൂവും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും ഒക്കെ കഴിഞ്ഞതായിട്ടാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതുവരെയും അതിലേക്ക് ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതായിട്ട് കാണുന്നില്ല. പബ്ലിക് സർവീസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ കാണുന്നത് ഇപ്പോഴും 40 വേക്കൻസിയോളം അതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. അത് 2016 ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിലും ആയിട്ട് 20 വേക്കൻസീസ് ആയിട്ട് മൊത്തം 40 വേക്കൻസിയോളം അതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ കത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് പല നിവേദനങ്ങളും നിങ്ങൾ PSCക്കും സർക്കാരിലേക്കും കൊടുത്തതായിട്ടും, എന്നാൽ ഇതുവരെ അതിലേക്ക് ഒരു പരിഹാരമായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. റാങ്ക് ലിസ്റ്റ് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കേസിന് പോവാവുന്നതാണ്. ഇനി നിവേദനങ്ങൾ കൊടുത്തിട്ടും മറുപടി വരാത്ത സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ്. ഇത് കേരള സർക്കാരിന്റെ കീഴിലുള്ള തസ്തിക ആയതുകൊണ്ട് തന്നെ നിങ്ങൾ സമീപിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെയാണ്. ഇനി രണ്ടാമത്തെ പരാതി വായിക്കാം. ചേർത്തലയിൽ നിന്ന് സുരേന്ദ്രനാണ് പരാതിക്കാരൻ. പരാതി പരിശോധിക്കാം. ഞാൻ ചേർത്തല താലൂക്കിൽ തൈക്കാട്ടുശ്ശേരി വില്ലേജിലെ 9ാം വാർഡിലാണ് താമസിക്കുന്നത്. ലൈഫ് പദ്ധതി പ്രകാരം വീടിന് ധനസഹായം ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ രേഖകളും സഹിതം പഞ്ചായത്തിൽ അപേക്ഷ നൽകിയിരുന്നു. ഞങ്ങളുടേത് ഇടിഞ്ഞു വീഴാറായ വീടാണ്. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടിനുള്ള ധനസഹായം കിട്ടുന്നതിന് ഇനിയും കാലതാമസമുണ്ടാവുമോ? ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടിന് ധനസഹായം ലഭിക്കുന്നതിന് അപേക്ഷ നൽകിയിട്ടും നാളിതുവരെ ധനസഹായം ലഭിച്ചിട്ടില്ല എന്ന പരാതി തൈക്കാട്ടുശ്ശേരി പഞ്ചായത്തിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുമായി നിയമവേദി സംസാരിച്ചു. അദ്ദേഹം ഇക്കാര്യം പരിശോധിച്ച ശേഷം നൽകിയ മറുപടി 2026 ഫെബ്രുവരി 28 പരാതിക്കാരൻ ഇക്കാര്യത്തിന് എഗ്രിമെന്റ് വയ്ക്കുകയും അതിനെ തുടർന്ന് 2026 മാർച്ച് 11 ആദ്യ ഗഡുവായ 40,000 രൂപ പരാതിക്കാരന് നൽകിയിട്ടുള്ളതായും വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ നിയമവേദിയെ അറിയിച്ചു. നിലവിൽ പരാതിക്കാരന് ധനസഹായം ലഭിച്ചു തുടങ്ങി എന്നാണ് നിയമവേദി കരുതുന്നത്. ഇനി അടുത്ത പരാതി ആലുവയിൽ നിന്നും AT രാജപ്പനാണ് പരാതിക്കാരൻ. പരാതി നോക്കാം നമുക്ക്. എന്റെ പിതാവിന് പരമ്പരാഗതമായി കിട്ടിയ 40.5 സെന്റ് സ്ഥലത്താണ് എന്റെ തറവാടുള്ളത്. അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ 5 മക്കളാണ്. 3 ആണും 2 പെണ്ണും. സഹോദരിമാരുടെ വിവാഹം കഴിഞ്ഞതാണ്. ഈ സ്ഥലത്ത് ഇപ്പോൾ താമസിക്കുന്നത് എന്റെ 2 അനിയന്മാരും അവരുടെ 2 ആൺമക്കളുമാണ്. അതിലൊരാൾ തറവാട്ടിലും മറ്റൊരാൾ അതിനോട് ചേർന്ന് തന്നെ വീട് വെച്ചും താമസിക്കുന്നു. എനിക്ക് 63 വയസ്സുണ്ട്. വെങ്കലപാത്ര നിർമ്മാണമാണ് എന്റെ ജോലി. ഞാൻ തറവാട്ടിൽ നിന്നും മാറിയാണ് താമസിക്കുന്നത്. എനിക്ക് 3 പെൺമക്കളാണ്. എന്റെ അമ്മ 2019 മരണപ്പെട്ടു. 2021 എന്റെ 2 സഹോദരന്മാരും ഇപ്പോഴുള്ള സ്ഥലത്തിൽ നിന്നും 10 സെന്റ് സ്ഥലം അവരുടെ പേരിൽ എഴുതി വാങ്ങിച്ചു. പിതാവ് ജീവിച്ചിരിക്കെ ഈ വസ്തുവിൽ എനിക്കെന്തെങ്കിലും അവകാശമുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് ഞാൻ ഒരു പരാതി കൊടുക്കുകയും 2 തവണ ഹാജരാകുകയും ചെയ്തു. എന്നാൽ എന്റെ അനുജന്മാർ ഹാജരായില്ല.
ബാക്കിയുണ്ടായിരുന്ന 20 സെന്റ് സ്ഥലം അനിയന്മാർക്ക് എഴുതി കൊടുക്കുന്നതിന് മുൻപായി പിതാവ് എനിക്ക് 6 സെന്റ് സ്ഥലമോ അതിന്റെ വിലയോ കൊടുക്കണമെന്ന് അനിയന്മാരോട് വാക്കാൽ പറഞ്ഞിരുന്നു. തുടർന്ന് എന്റെ രണ്ടാമത്തെ മകളുടെ വിവാഹത്തിന് 2 ലക്ഷം രൂപയോളം എനിക്ക് തരികയും ചെയ്തു. ബാക്കി തുകയെക്കുറിച്ച് അച്ഛനോടും അനിയന്മാരോടും ചോദിച്ചിട്ടും അവർ യാതൊരുവിധ മറുപടിയും പറഞ്ഞിട്ടില്ല. 2026 ജനുവരി 27 എന്റെ അച്ഛൻ മരണപ്പെട്ടു. ബാക്കിയുണ്ടായിരുന്ന 20 സെന്റ് സ്ഥലവും അവർ കൈക്കലാക്കി എന്നാണ് വില്ലേജിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഈ വസ്തുവിൽ നിയമപരമായി എനിക്കെന്തെങ്കിലും അവകാശമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് പരാതിക്കാരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പരാതിയിൽ ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് ഹൈക്കോടതി അഭിഭാഷകൻ രമേശ് കടുവനപ്പറമ്പിൽ നൽകിയ മറുപടി ഇപ്രകാരമാണ്. ചോദ്യകർത്താവിന്റെ പിതാവിന് പാരമ്പര്യമായി കിട്ടിയ സ്വത്ത് എന്ന കത്തിൽ പരാമർശമുണ്ടെങ്കിലും എത്തരത്തിലാണ് ആ സ്വത്ത് പിതാവിന്റെ പൂർവികരിൽ നിന്നും പിതാവിലേക്ക് വന്നു ചേർന്നതെന്ന് വ്യക്തമല്ല. പിതാവിന് ഭാഗപത്രത്തിലൂടെയോ വിൽപത്രത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റ് ആധാരങ്ങൾ പ്രകാരമോ ആണ് ആ സ്വത്ത് ലഭിച്ചതെങ്കിൽ അതിനെ ആർജിത സ്വത്തായി തന്നെയാണ് നമ്മുടെ നിയമം കണക്കാക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം ആർക്ക് നൽകുവാൻ അദ്ദേഹത്തിന് അധികാരമുണ്ടായിരിക്കും. മക്കൾക്കല്ലാതെ മറ്റാർക്കെങ്കിലും നൽകിയാലും നിയമപരമായി അതിനെ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല എന്ന് സാരം. പിതാവ് സ്വത്തുവകകൾ ആർക്കും എഴുതി വെക്കാതെയാണ് മരണപ്പെട്ടിരുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ നിയമാനുസൃത അവകാശികൾക്ക് എല്ലാവർക്കും തന്നെ അദ്ദേഹത്തിന്റെ കാലശേഷം അർഹമായ വിഹിതം ലഭിക്കുമായിരുന്നു. എന്നാൽ പിതാവ് ജീവിച്ചിരുന്നപ്പോൾ തന്നെ മറ്റു 2 മക്കൾക്ക് എഴുതി നൽകിയെങ്കിൽ ആ സ്വത്തിന്റെ ഉടമസ്ഥാവകാശം അവരിലേക്ക് അപ്പോഴേ പോയി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ രേഖാമൂലമുള്ള തെളിവുകളില്ലാതെ സ്വത്തിൽ അവകാശം സ്ഥാപിച്ചെടുക്കുക എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അതുകൊണ്ട് ബാക്കിയുണ്ടായിരുന്ന 20 സെന്റ് സ്ഥലം എന്ന കത്തിൽ പരാമർശിക്കുന്നുണ്ടല്ലോ, അത് എത്തരത്തിലാണ് മറ്റു 2 മക്കൾ അവരുടെ പേരിലേക്ക് ആക്കിയതെന്ന് ആദ്യമായി പരിശോധിക്കണം. ആധാരപ്രകാരമാണെങ്കിൽ ആ ആധാരങ്ങൾ പരിശോധിക്കുന്നത് നന്നായിരിക്കും. ആ ആധാരത്തിൽ താങ്കളെ കുറിച്ച് എന്തെങ്കിലും പരാമർശമുണ്ടോ എന്ന് ബോധ്യപ്പെടാനും അത് ഉപകരിക്കും. പിതാവിന്റെ 20 സെന്റ് വകകളെ സംബന്ധിച്ച് പിതാവ് യാതൊന്നും തന്നെ എഴുതി വെക്കാതെയാണ് മരണപ്പെട്ടിരുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ കാലശേഷം മറ്റു 2 മക്കൾ മറ്റു നിയമാനുസൃത അവകാശികളെ ഒഴിവാക്കിക്കൊണ്ട് അവരുടെ പേരിലേക്ക് മാറ്റുകയാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിഹിതത്തിൽ അവകാശം സ്ഥാപിച്ചെടുക്കുവാൻ സാധിക്കും. ഈ സ്ഥാവര വസ്തുക്കളെ സംബന്ധിച്ച് വാക്കാലുള്ള നിർദ്ദേശങ്ങളൊന്നും നിയമപരമായി നിലനിൽക്കുന്ന ഒന്നല്ല. ആധാരപ്രകാരം മറ്റ് 2 മക്കൾക്ക് നൽകിയിരിക്കുന്നത് ആ ആധാരങ്ങൾ പരിശോധിച്ചിട്ട് ആ ആധാരത്തിൽ നിങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും നിബന്ധനകൾ ചേർത്തിട്ടുണ്ടെങ്കിൽ നിബന്ധനകൾ നടപ്പിലാക്കാൻ അവകാശപ്പെടാനായി സാധിക്കും. ഇനി അടുത്ത പരാതി കോഴിക്കോട് വടകരയിലുള്ള കുമാരന്റേതാണ്. പരാതി വായിക്കാം. ഏതാനും ആഴ്ചകൾ മുമ്പ് നിയമവേദിയിൽ ലിസ് എന്ന സ്ഥാപനത്തെക്കുറിച്ച് പറയുന്നതായി കേട്ടു. ഞാനും 2006 ലിസ് എന്ന സ്ഥാപനത്തിൽ 10,000 രൂപയോളം അടച്ചിരുന്നു. പിന്നീട് ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കമ്പനി പ്രവർത്തിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ലിസിൽ ഞാൻ അടച്ച തുക തിരിച്ചു കിട്ടുന്നതിന് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ലിസ് എന്ന ധനകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച് നിരവധി കത്തുകൾ ഇതിനു മുൻപും നിയമവേദിയിൽ വന്നിട്ടുണ്ട്. അതിന് നിയമവേദി നൽകിയ മറുപടി തന്നെയാണ് ഇപ്പോഴും നൽകാനുള്ളത്. നിലവിൽ ലിസ് എന്ന ധനകാര്യ സ്ഥാപനത്തിനെതിരെ കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഹൈക്കോടതി സെറ്റിൽമെന്റ് ഓഫീസർമാരെ നിയോഗിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് PM മുഹമ്മദ് ഷിറാസ്, അഡ്വക്കേറ്റ് R സുധീർ, അഡ്വക്കേറ്റ് C ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരാണ് സെറ്റിൽമെന്റ് ഓഫീസർമാർ. ഇവരുടെ ഫോൺ നമ്പറുകൾ ഹൈക്കോടതി ഓഫീസിലോ ഹൈക്കോടതി ബാർ അസോസിയേഷനിലോ അന്വേഷിച്ചാൽ അറിയാൻ കഴിയും. പരാതിക്കാരൻ കയ്യിലുള്ള രേഖകൾ സഹിതം സെറ്റിൽമെന്റ് ഓഫീസർമാരെ കാണുക. ഇനി 5ാമത്തെ പരാതി നോക്കാം. ഞാറക്കലിൽ നിന്നും ആന്റണിയാണ് പരാതിക്കാരൻ. ഞാറക്കൽ മാർക്കറ്റിൽ ഇറച്ചി കച്ചവടം നടത്തിയിരുന്ന വ്യക്തിയാണ് ഞാൻ. സർക്കാരിന്റെ ലൈസൻസും പഞ്ചായത്തിന്റെ ലൈസൻസും ഉള്ള വ്യക്തിയായിരുന്നു. മാർക്കറ്റിലെ 2-ാം നമ്പർ മുറിയിലാണ് ഞാൻ കച്ചവടം ചെയ്തിരുന്നത്. പഞ്ചായത്തിലെ അധികാരികൾ കട പുതുക്കുന്നതിന് വേണ്ടി കുറച്ചു ദിവസത്തേക്ക് മാറിത്തരണമെന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ മാറിക്കൊടുക്കുകയുണ്ടായി. എന്നാൽ പുതുക്കി പണിത കട മറ്റൊരു വ്യക്തിക്കാണ് അവർ നൽകിയത്. തുടർന്ന് കച്ചവടം നടത്താൻ സൗകര്യമില്ലാതെ വന്നപ്പോൾ മറ്റൊരു ഇറച്ചി കച്ചവടക്കാരന്റെ അടുത്ത് മുള വെച്ച് കെട്ടുകയും അവിടെ കച്ചവടം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ വ്യക്തി എനിക്കെതിരെ പഞ്ചായത്തിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് എന്റെ കടയിലെ സാധനങ്ങളെല്ലാം തന്നെ പഞ്ചായത്ത് കൊണ്ടുപോകുകയും ലേലം ചെയ്യുകയും ചെയ്തു. ഉണ്ടായിരുന്ന വീടും സ്ഥലവും വിറ്റാണ് ഞാൻ കച്ചവടം നടത്തിയത്. ഞാറക്കലിൽ 6 സ്ഥലത്ത് കച്ചവടം നടത്തുകയുണ്ടായി. ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ്. ഈ വിവരങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് 10 വർഷം മുമ്പ് ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചിരുന്നു.
തുടർന്ന് മുഖ്യമന്ത്രി ഇത് ലോകായുക്തയെ ഏൽപ്പിക്കുകയും ചെയ്തു. ലോകായുക്ത പഞ്ചായത്തിന്റെ പ്രതിനിധികളെ വിളിച്ചുവരുത്തുകയും ഉണ്ടായ കാര്യങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നഷ്ടപ്പെട്ട സാധനങ്ങളും കൂടാതെ 72,000 രൂപയും നഷ്ടപരിഹാരം നൽകുന്നതിനു വേണ്ടി പഞ്ചായത്തിനോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. കൂടാതെ വാടകയില്ലാതെ ആജീവനാന്തം ഒരു മുറിയും നൽകണമെന്നായിരുന്നു വ്യവസ്ഥ. അതിന്റെ പകർപ്പുകളെല്ലാം തന്നെ ലോകായുക്ത പഞ്ചായത്തിൽ നൽകിയിട്ടുള്ളതുമാണ്. എന്നാൽ നാളിതുവരെയായിട്ടും ഈ തീരുമാനം പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടില്ല. മറ്റുള്ളവരുടെ കാരുണ്യത്തിലാണ് ഇപ്പോൾ കഴിയുന്നത്. കഴിഞ്ഞ 9 വർഷമായി ഞാൻ തളർന്നു കിടക്കുകയാണ്. ഇപ്പോഴാണ് പതിയെ നടക്കാൻ തുടങ്ങുന്നത്. ഭാര്യയും മകനുമാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലായി കച്ചവടം നടത്തുന്നത്. പഞ്ചായത്തിൽ ഇപ്പോൾ ഒരു മുറി ഒഴിവുള്ളതായി അറിയാൻ കഴിഞ്ഞു. ഇത് ലഭിക്കുന്നതിന് ഞങ്ങൾക്ക് അർഹതയുണ്ടോ? എന്റെ ലൈസൻസ് പഞ്ചായത്തിൽ ആജീവനാന്തം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ആയതിനാൽ കോടതി വിധി നടപ്പിലാക്കിയെടുക്കുന്നതിന് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ പരാതിക്കുള്ള മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ MH ഹനീസ് മനക്കൽ. പഞ്ചായത്തിലെ നിങ്ങൾക്ക് അനുവദിച്ച കടമുറി, വാടകയ്ക്ക് അനുവദിച്ച കടമുറി നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ആ മുറിയിൽ നിന്ന് ഒഴിപ്പിച്ച് മറ്റാർക്കോ കൊടുത്തു എന്നാണ് അപേക്ഷ കൊണ്ട് കാണുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. അന്നത്തെ പഞ്ചായത്ത് അധികാരികളുടെ അധികാര ദുർവിനിയോഗത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിച്ചതായിട്ട് കണ്ടെത്തുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മറ്റൊരു കടമുറി ആ പഞ്ചായത്തിന്റെ കെട്ടിടത്തിൽ തന്നെ മറ്റൊരു കടമുറി നൽകാനും നിങ്ങൾക്ക് തുടർച്ചയായി കച്ചവടം ചെയ്യാനും ഉള്ള ഉത്തരവാണ് 72,000 രൂപയെ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതെന്ന് അപേക്ഷ കൊണ്ട് മനസ്സിലാക്കുന്നു. നമുക്ക് ചെയ്യാനുള്ളത് ഇത്രയും കാലം കാത്തു നിൽക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. നമ്മൾക്ക് ഒരു വിധി കിട്ടിയിട്ട് ആ വിധി നടപ്പിലാക്കി തരുന്നില്ലെങ്കിൽ അതേ കോടതിയിൽ തന്നെ നിങ്ങൾക്ക് അപേക്ഷ കൊടുത്തിരുന്നെങ്കിൽ അത് കോടതി അലക്ഷ്യ നടപടിയായി സ്വീകരിക്കുമായിരുന്നു. ഇത്രയും വർഷം വൈകിയത് കൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഇനി അത് സാധ്യമല്ല, 10 കൊല്ലത്തോളം ആയതുകൊണ്ട്. ഇനിയിപ്പോ ചെയ്യേണ്ടത് ഒന്നുകൂടി നിങ്ങൾക്ക് ലോകായുക്തയിൽ തന്നെ ഒന്നുകൂടി ഒരു അപേക്ഷ കൊടുക്കുക. ഇത്ര വർഷമായി പഞ്ചായത്തിന്റെ വിധിയുടെ പകർപ്പ് ഉൾപ്പെടെ ഒരു അപേക്ഷ കൊടുത്തിട്ട് ആ വിധി നടപ്പിലാക്കി തന്നില്ല എന്നും പഞ്ചായത്ത് അധികാരികൾക്കെതിരെ കർശന നടപടികളും അവരുടെ കണ്ടംപ്റ്റ് ഓഫ് പ്രൊസീഡിങ്സ്, അതായത് കോടതി അലക്ഷ്യ നടപടികൾ, കോടതി ഉത്തരവ് ലംഘിച്ചതിനുള്ള കോടതി അലക്ഷ്യ നടപടികൾ അടിയന്തരമായി എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ലോകായുക്തയിലും കൊടുക്കാം. നിങ്ങൾക്ക് എവിടെ നിന്നാണോ വിധി നിങ്ങൾക്ക് സമ്പാദിച്ചത് ആ വിധി തന്ന അധികാരികളുടെ കോടതിയിലോ അധികാരികളുടെ ഓഫീസിലോ നിങ്ങൾ അടിയന്തരമായി ഒരു അപേക്ഷ കൊടുക്കുകയും അല്ലാത്ത പക്ഷം നിങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിങ്ങളൊരു റിട്ട് ഹർജി ബോധിപ്പിച്ച് ഇത്രയും വർഷമായി നിങ്ങൾ പ്രായമായി സീനിയർ സിറ്റിസൺ ആണ്, ഇത്രയും വർഷമായി നിങ്ങൾ ദുരിതം അനുഭവിക്കുന്നു, ഇങ്ങനെ ഒരു വിധി കിട്ടിയിട്ട് എപ്പോഴും നിങ്ങൾ പഞ്ചായത്തിനെ സമീപിക്കുമ്പോൾ പഞ്ചായത്ത് ഏറ്റവും അടുത്ത ദിവസം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് 10 വർഷത്തോളം കാലാവധി ആയിട്ടും അല്ലെങ്കിൽ ഇത്ര വർഷത്തോളം കാലാവധിയായിട്ടും വിധി ലഭിച്ച് ഇത്ര വർഷത്തോളം കാലാവധിയായിട്ടും നിങ്ങൾക്ക് നടപ്പിലാക്കി തന്നിട്ടില്ലെന്നും അതുകൊണ്ട് അടിയന്തരമായി നടപ്പാക്കി തരണമെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചാൽ നിങ്ങൾക്ക് 2 സ്ഥലത്തും വേണമെങ്കിൽ സമീപിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സമീപിച്ചാലും നിങ്ങൾക്ക് അതിന്റെ നടപടി പൂർത്തീകരിച്ച് കിട്ടുന്നതാണ്. തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലാണെങ്കിൽ നിങ്ങൾക്ക് 1 മാസം 2 ആഴ്ചക്കുള്ളിലോ തന്നെ നിങ്ങൾക്ക് ഒരു അനുകൂല ഉത്തരവ് ലഭിക്കാനും സാധ്യതയുള്ളതായി കാണുന്നു. നിങ്ങൾക്ക് സാമ്പത്തിക ശേഷി ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ പ്രവർത്തിക്കുന്ന ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾ വിധിപ്പകർപ്പൊക്കെ കാണിച്ചാൽ അവരൊരു അഭിഭാഷകനെ നിങ്ങൾക്ക് സൗജന്യ സേവനത്തിനായി ലഭിക്കുന്നതാണ്. ലോകായുക്ത ശരിക്കും തിരുവനന്തപുരത്താണ്. ലോകായുക്ത തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് തന്നെ അവിടെ അപേക്ഷ കൊടുക്കണമെങ്കിൽ അവിടുത്തെ ലീഗൽ സർവീസ് അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാലേ അവിടെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുള്ളൂ. പക്ഷെ തിരുവനന്തപുരത്ത് അപേക്ഷ സമർപ്പിച്ചാലും അവരുടെ ക്യാമ്പ് സിറ്റിംഗ് എറണാകുളത്ത് നമ്മുടെ ഗസ്റ്റ് ഹൗസിലോ റെസ്റ്റ് ഹൗസിലോ സംഘടിപ്പിക്കും, അല്ലെങ്കിൽ കാക്കനാട് മാസത്തിലൊരിക്കൽ അവരുടെ ക്യാമ്പ് സിറ്റിംഗ് ഉള്ളപ്പോൾ അങ്ങോട്ട് നിങ്ങളുടെ അപേക്ഷ പോസ്റ്റ് ചെയ്ത് തരും. നിങ്ങൾ ഇവിടം വരെ പോയാൽ മതി. പക്ഷെ അവിടുത്തെ ഏതെങ്കിലും അഭിഭാഷകനെ വേണം. സൗജന്യ സേവനത്തിനായി ലഭിക്കണമെങ്കിൽ അവിടുത്തെ അഭിഭാഷകനെ വേണ്ട കോൺടാക്ട് ചെയ്യാൻ. ഏത് കോടതിയിൽ നിന്നാണോ ഒരു ആവശ്യം ലഭിക്കേണ്ടത് ആ കോടതിയുടെ കെട്ടിടത്തിൽ തന്നെ ഒരു ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കെട്ടിടം ഉണ്ടാവും, അവർക്കൊരു ഓഫീസും ഉണ്ടാവും. ആ ഓഫീസിൽ സമീപിച്ചാൽ ആ കോടതി പ്രദേശത്തുള്ള കാര്യങ്ങൾ നമുക്ക് സൗജന്യമായി, സാമ്പത്തികമില്ലാത്ത സ്ത്രീകൾക്കും കുട്ടികൾക്കും സാമ്പത്തിക പരിധി വെച്ചുകൊണ്ടുള്ള പുരുഷന്മാർക്കും, അതായത് വില്ലേജ് ഓഫീസിൽ നിന്ന് വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങി 1 വർഷത്തിൽ താഴെ 1,00,000 രൂപയിൽ താഴെ വരുമാനമുള്ളൂ എന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും സൗജന്യ സേവനവും ലഭിക്കുന്നതാണ്. ഇനി അടുത്ത പരാതി നോക്കാം. കണ്ണമാലിയിൽ നിന്നും പീതാംബരനാണ് അടുത്ത പരാതിക്കാരൻ. പരാതി ഇങ്ങനെയാണ്. ഞാൻ 2017 ചെല്ലാനം പഞ്ചായത്തിലുള്ള SC/ST സർവീസ് സഹകരണ സംഘത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി ഒരു നിക്ഷേപം തുടങ്ങുകയും യഥാവിധി അടച്ചു പോരുകയും ചെയ്തതാണ്.
എന്നാൽ ഇപ്പോൾ ഈ സ്ഥാപനം പ്രവർത്തനരഹിതമാണ്. നിക്ഷേപ തുകയായ 2 ലക്ഷം രൂപയോളം എനിക്ക് കിട്ടാനുണ്ട്. ഈ സ്ഥാപനത്തിനെതിരെ നിക്ഷേപകർ എല്ലാവരും ചേർന്ന് കോടതിയിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. കോടതിയിൽ ഇത് സംബന്ധിച്ച് കേസും നടക്കുന്നുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. സഹകരണ സംഘത്തിൽ ഞാൻ അടച്ച തുക ലഭിക്കുന്നതിന് ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ പരാതി നിയമവേദി സഹകരണ സംഘത്തിന് അയച്ചു കൊടുത്തു. അതിൽ കിട്ടിയ മറുപടി ഇപ്രകാരമാണ്: നിക്ഷേപകർ നൽകിയ കേസ് കോടതിയിൽ നിലനിൽക്കുന്നു. കോടതി വിധി അനുസരിച്ച് മാത്രമേ ഇനി തുടർ നടപടി കൈക്കൊള്ളാൻ സാധിക്കൂ എന്നാണ് സംഘം അറിയിച്ചത്. ഈ പരാതി തന്നെ ഞങ്ങൾ നിയമോപദേശത്തിനായി ഹൈക്കോടതി അഭിഭാഷകൻ രാജേഷ് ആർ പിള്ളയ്ക്ക് അയച്ചു കൊടുത്തു. അദ്ദേഹം നൽകിയ മറുപടി പ്രകാരമാണ്. കത്ത് സശ്രദ്ധം വായിച്ചു. ഒരു നിക്ഷേപകന്റെ പരാതിയാണ്. അദ്ദേഹം ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പൈസ നിക്ഷേപിക്കുകയും ഇപ്പോൾ ആ കോപ്പറേറ്റീവ് സൊസൈറ്റി നിലവിൽ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളതാണ്. അതിനെപ്പറ്റിയാണ് പരാതി. പലപ്പോഴും ഈ പങ്ക്തിയിൽ തന്നെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളുടെ നിക്ഷേപങ്ങൾ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട സാമ്പത്തിക സ്ഥാപനങ്ങളിൽ വേണം നടത്തുവാൻ. അങ്ങനെ നിക്ഷേപം നടത്തുമ്പോൾ അതിൻ്റെ ചരിത്രവും എത്ര നാളായി അത് പ്രവർത്തിച്ചിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായി പഠിച്ചതിന് ശേഷം മാത്രം നിക്ഷേപങ്ങൾ നടത്താൻ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും കോപ്പറേറ്റീവ് ബാങ്കുകളെല്ലാം റിസർവ് ബാങ്കിന്റെ തന്നെ അനുമതിയുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ പല സംശയങ്ങളും നിലനിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ നമ്മളുടെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ തുക കൃത്യമായി നിക്ഷേപിക്കുക എന്നുള്ള ഒരു സാമ്പത്തിക ഉത്തരവാദിത്തം കൂടി നമ്മൾക്കുണ്ട്. യഥാർത്ഥത്തിൽ നല്ല ഒരു നിക്ഷേപം നടത്തിയിട്ട് പിന്നീട് അതൊരു വലിയ ദുരന്തമായി നമുക്ക് മാറും. ഇപ്പോൾ ഈ നിക്ഷേപകൻ നിക്ഷേപിച്ച പൈസയെപ്പറ്റി ആ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇപ്പോൾ നിലവിലില്ലെന്നും അതിന് കേസുകൾ നടക്കുന്നുണ്ടെന്നും ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ്. ക്രിമിനലും സിവിലുമായിട്ടുള്ള നടപടികൾ നടക്കുന്നുണ്ട്. പക്ഷേ നിക്ഷേപകൻ ക്രിമിനലും സിവിലുമായിട്ടുള്ള നടപടികൾ എടുത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും കേസുകൾ നടക്കുന്നുണ്ടെങ്കിൽ ആ കേസിൽ കക്ഷി ചേരാനോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് പൈസ ആവശ്യപ്പെട്ടുകൊണ്ട് സിവിലായിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാനോ സിവിലോ ക്രിമിനലോ 2 നടപടിക്രമങ്ങൾ ആരംഭിക്കാനോ നിക്ഷേപകൻ എന്ന നിലയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജില്ലാ രജിസ്ട്രാർക്കും ഇതിനെക്കുറിച്ച് ഒരു പരാതി നൽകാവുന്നതാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി ആയതുകൊണ്ട് അവർ വസ്തു വിറ്റ് പൈസ നൽകുമെന്നാണ് പറയുന്നത്. അങ്ങനെ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അവർ മുൻഗണന കൊടുക്കുന്നത് ലിറ്റിഗേഷൻ, അതായത് കേസ് നൽകിയിട്ടുള്ള നിക്ഷേപകർക്കായിരിക്കും ആദ്യം മുൻഗണന കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സിവിലോ അല്ലെങ്കിൽ ക്രിമിനലോ ആയിട്ടുള്ള നടപടികളുമായി നിങ്ങളും മറ്റു നിക്ഷേപകരോടൊപ്പം മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. എല്ലാ നിക്ഷേപകരെയും വിളിച്ചുകൂട്ടി ഒരു ആക്ഷൻ കൗൺസിലോ അല്ലെങ്കിൽ നിക്ഷേപകരുടെ ഒരു സമിതിയോ ഏതെങ്കിലും സ്ഥലത്തെ ഒരു പ്രധാന വ്യക്തിത്വത്തിന്റെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തുന്നതും നിങ്ങൾക്ക് സഹായകരമാകും. നിങ്ങൾക്ക് സൗജന്യ നിയമ സഹായത്തിന് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കാവുന്നതാണ്. നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ. സഹായം നീതി MS. അവതരണം ആകാശവാണി കൊച്ചി FM 102.3. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30. ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.